ഇസ്ലാമിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് എല്ലാ പ്രയാസത്തിനും ഓഫർ കിട്ടുന്നുള്ളത്. എല്ലാ ഇടങ്ങേറിനും ഓഫറുണ്ട്. അങ്ങനെയാണ്. ഒരാൾ സ്ഥിരമായി പള്ളിയിലേക്ക് പോയിരുന്ന ആള് ഒരു ദിവസം കാലിൻ്റെ മുട്ടുവേദനായിട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോന് ചെറിയൊരു വിഷമം ഇങ്ങനെ ഉണ്ടാവും. പഠിച്ചോനെ, എല്ലാവരും അസറിസ്കരിക്കാൻ പള്ളിക്കൊക്കെ പോകുന്നുണ്ടല്ലോ, എൻ്റെ കാലിൻ്റെ മുട്ടുവേദന ആയതുകൊണ്ട് പോകാൻ വയ്യല്ല റബ്ബേ എന്നൊരാൾക്ക് ഇങ്ങനെ തോന്നിയാൽ പോയതിൻ്റെ കൂലി കിട്ടും. ഓഫറാണ്. ഒരാൾക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിവില്ലാതെയായി, കയ്യും കാലും ഇളകാതെയായി, സംസാരിക്കാൻ കഴിയാതെയായി, അന്നും വെള്ളം ഇറങ്ങാതെ കട്ടിലിമ്മേനെ കിടക്കാണ്. പക്ഷെ അവൻ്റെ കൽവിലുണ്ട്, റബ്ബേ എന്നെക്കൊണ്ട് കഴിയണില്ലല്ലോ. എന്നാൽ അവൻ്റെ ഓരോ ശ്വാസത്തിനും അല്ലാഹു കൂലി നൽകുന്നതാണ്. ഓഫറാണ്. എല്ലാ ഇടങ്ങേറിനും ഓഫറുണ്ട് എന്നാണ്. ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ കാലുമ്മ മുള്ളുത്തി വേദനയാൽ ആ വേദനയായപ്പോൾ അവൻ ക്ഷമിച്ചാൽ അത് കാരണം അവൻ്റെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നതാണ്. ഓഫറില്ലാത്തൊരു കാര്യമില്ല ഇസ്ലാം ദീനിൽ. അപ്പം അതുകൊണ്ട് ഖൈസ് റളിയല്ലാഹുവിനോട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ചെറിയൊരു വിഷമം തോന്നിയില്ലേ, അതുകൊണ്ട് ഓഫർ വന്നിട്ടുണ്ട് പറഞ്ഞു. എന്താ ഓഫർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാകുമെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹു അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഖൈസ് റളിയല്ലാഹു അൻഹു തുള്ളിച്ചാടി. ഓഫർ കേട്ടപ്പോൾ സന്തോഷായി. മുസ്തഫായ നബിതങ്ങളുടെ ഹദറത്തിൽ വെച്ച് നബിതങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിച്ചാൽ അമൽ പൊളിഞ്ഞു പോകുമെന്ന ആയത്തിന് ശേഷം ഖൈസ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നില്ല. പള്ളിയിൽ വെച്ച് ദുന്യവിയായ സംസാരം ഒരാൾ നടത്തിയാൽ അവന്റെ 40 കൊല്ലത്തെ അമലുകൾ പൊളിഞ്ഞു പോകുമെന്ന സ്വഹീഹായ ഹദീസിനെ ഇമാം നബവി റളിയല്ലാഹു അൻഹു തന്റെ 40 ഹദീസിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. കമ്മറ്റിക്കാരാണെങ്കിലും പൊളി, ചെറുപ്പക്കാരാണെങ്കിലും പൊളിയും, ആരാണെങ്കിലും പൊളിയും. ഇപ്പൊ ഒരു പ്രശ്നം എന്താണെന്ന് നിങ്ങള്, ആർക്കും അവനാനെ പറ്റി ഒരു അഭിപ്രായക്കുറവില്ല, എല്ലാവർക്കും വേറുള്ളവരെ പറ്റിയാണ് അഭിപ്രായക്കുറവുള്ളത് എന്നാണ്. അത് സാരല്ല, കുട്ടികളാകുമ്പോൾ കുറച്ചൊക്കെ ഉണ്ടാവും. കറണ്ട് മുഖമൊക്കെ പോണ നോക്കിയാൽ മതി. ആർക്കും അവനാനെ പറ്റിയിട്ട്, മുഅ്മിനീങ്ങളെ ഇങ്ങോട്ട് നോക്കി, എല്ലാവരും റേഞ്ച് പോയല്ലേ ഇങ്ങോട്ട് നോക്കി, ആർക്കും അവനാനെ പറ്റിയൊരു അഭിപ്രായക്കുറവില്ല എന്നാ. സത്യത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, ഈ ഇവിടെ ഇരിക്കുന്ന ഈ ആണുങ്ങളൊക്കെ മനസ്സിലുണ്ടാകുകയായി, ഉസ്താദ് നിങ്ങളെ പെണ്ണുങ്ങളെ പറ്റി നല്ലോണം ഒന്ന് പറയുന്നതാണ്. അപ്പുറത്തുള്ള പെണ്ണുങ്ങളൊക്കെ മനസ്സിലുണ്ടാകുക, ഉസ്താദെ പെണ്ണുങ്ങളെ പറ്റി എല്ലാവരും പറയലുണ്ട്, നിങ്ങൾ ആണുങ്ങളെ പറ്റി ഒന്ന് നല്ലോണം പറയുന്നതാണ്. ചെറുപ്പക്കാരൊക്കെ മനസ്സിലുള്ളത് വയസ്സന്മാരെ പറ്റി നല്ലോണം പറയുന്നതാണ്. വയസ്സന്മാരൊക്കെ മനസ്സിലുള്ളത് നിങ്ങൾ ആ ചെറുപ്പക്കാരെ പറ്റി നല്ലോണം പറയുന്നതാണ്. പുതിയാപ്പിളാരൊക്കെ മനസ്സിലുള്ളത് പുതിയെണ്ണങ്ങളെ പറ്റി നല്ല പറയാനാണ്. പുതിയെണ്ണങ്ങളൊക്കെ മനസ്സിലുള്ളത് പുതിയാപ്പിളാരെ പറ്റി നല്ല പറയാനാണ്. നിസ്കരിക്കണവരൊക്കെ മനസ്സിലുള്ളത് നിസ്കരിക്കാത്ത കുറേ എണ്ണം വന്നിട്ടുണ്ട്, നല്ലോണം പറഞ്ഞുകൂടി എന്നാണ്. നിസ്കരിക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യനെ വിളിച്ചിട്ട് ഞാൻ ഒന്ന് ചോദിച്ചു നോക്കേണ്ട എന്താ പറയേണ്ടത് എന്ന് ഓൻ പറയും. കുറച്ച് നിക്കാരക്കാരത്തികൾ പരമാൻഷികളുണ്ട്, ഓലെ പറ്റിയൊന്നും നല്ലോണം പറയുന്നതാണ് പറയാം. കാരണം ആർക്കും അവനാനെ പറ്റി ഒന്നും അറിയാനില്ല, നമ്മൾ തേഞ്ഞവരും ബാക്കിയുള്ളവരൊക്കെ മോശക്കാരുമാണ്. അതുകൊണ്ട് എല്ലാവരും വിചാരിക്കുക ഓരോരുത്തരെയും പറ്റിയാണ് പറയണത്. വർത്താനം പറയാനും ഒച്ചടാനും പറ്റൂല എന്ന് പറഞ്ഞാൽ ആരും പറ്റൂല. പള്ളിക്കല വെള്ളിയാഴ്ചയാണ് എന്ന് തോന്നണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറുമ്പോൾ ഒരു ഒച്ചടണം, അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴെങ്കിലും ഇടണം, അല്ലെങ്കിൽ ഹൗലും കരക്കുന്നെങ്കിലും ഇടണം. എന്നാലേ ഇന്ന് പള്ളിക്കത്തെ വെള്ളിയാഴ്ച എന്നുള്ള ഫീലിംഗ് കിട്ടുള്ളൂ. എന്താ കാട്ടുക? പൈസ ചെലവാക്കിയിട്ട് മക്കത്ത് എന്ന് മദീനത്ത് എന്ന് സിയാറത്ത് ചെയ്യുമ്പോൾ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം പറയണത് സെൽഫിയിൽ പകർത്തിയിട്ട് ഫേസ്ബുക്കിലിടുക. അസ്സലാത്തു വസ്സലാമു അലൈക റസൂലല്ലാഹ് ഇതിങ്ങനെ കാട്ടിയിട്ടേ എവിടെ ഇപ്പം നമ്മൾ അദബ് മര്യാദ ഒക്കെ പോയി കിടക്കണത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആകെ ഒരു വെള്ളിയാഴ്ച നമ്മൾ പള്ളിക്കൊക്കെ ഉള്ളൂ. അതൊന്ന് കോലത്തിൽ വന്നുങ്ങാണ്ട് ആ മേലെ കയറി സഫായിട്ട് ഇരുന്നുങ്ങാണ്ട് ആ അൽക്കബിൻ്റെ ഏടെടുത്ത് ഓതിയിലെങ്കിലും ഒന്ന് നോക്കുകയും ചെയ്തുങ്ങാണ്ട്
മാനമര്യാദക്ക് വർത്താനം പറയാതിരുന്നിങ്ങാണ്ട് ജുമ കൂടിങ്ങാണ്ട് പോവുകയാണെങ്കിൽ നാളെ മരിച്ചെന്നാൽ അത് ഏടിലുണ്ടാവും. ഇല്ലെങ്കിൽ ഈ വെള്ളിയാഴ്ചൻ്റെ അവിടെ നിന്നാണ്ട് ബാക്കൊക്കെ 40 കൊല്ലത്തെ അമലാണ് ക്യാൻസലാക്കും. ഹദീസാണ്. ദുന്യവിയായ സംസാരം പള്ളിയിൽ വെച്ച് നടത്തിയാൽ 40 വർഷത്തെ അമൽ പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞാൽ 40 കൊല്ലത്തെ അമല് ഉംറക്ക് പോയത് ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് മഷറ് ചെന്നത്. ഏട് നിർത്തി വെക്കുമ്പോൾ അതിലില്ല, ക്യാൻസലാ. ഞാൻ വെറുതെ പറഞ്ഞല്ല, ഹദീസിൽ പറഞ്ഞതിനെ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കോലത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുകൊണ്ട് പള്ളിയിൽ വെച്ചുള്ള സംസാരം നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ കാര്യങ്ങളെ പറയേണ്ട രൂപത്തിൽ പറഞ്ഞു കൊടുത്താൽ ആർക്കും മനസ്സിലാവാതിരിക്കൂല. ഇന്ന് പൊതുവേ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ് കുട്ടികളെ കുതിരയേറുക, ചെറുപ്പക്കാരെ കുതിരയേറുക, പെണ്ണുങ്ങളെ കുതിരയേറുക, ഇങ്ങനെയൊക്കെയുള്ള പരിപാടി. ഞാൻ അതിനൊക്കെ എതിരാണ്. കുട്ടികൾ നേരാവും, യുവാക്കൾ നേരാവും, സ്ത്രീകൾ നേരാവും, എല്ലാവരും നേരാവും. പറയേണ്ട മാതിരി പറഞ്ഞാൽ മതി, മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു കൊടുത്താൽ മതി, ആർക്കും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടാകുന്നത് 3 സമയത്താണ് എന്നാണ്. 3 സമയത്താണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും മാറ്റം ഉണ്ടാകുക. ഒന്ന് പ്രായപൂർത്തിയാവുമ്പോൾ. പ്രായപൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ നിക്കാരം നിർബന്ധമാകുന്ന തരത്തിൽ ആക്കലും ബാലികവും ആകുക എന്നോ മെൻസസ് തുടങ്ങുകയെന്നോ ജനാപത്തുണ്ടാകുക എന്നൊന്നല്ല ഞാൻ പറഞ്ഞത്. പ്രായപൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ വലിയ കുട്ടിയാകുക. നമ്മൾ പറയല്ല ഓപ്പ വലിയ കുട്ടിയായി, വാപ്പ പറയല്ല മോനോട് എടാ ജിഞ്ഞ് പയമായി ഒന്നും ചെയ്താൽ പോരാ, ഇജ് വലിയ കുട്ടിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതാണ് ഞാൻ പ്രായപൂർത്തി കൊണ്ട് ഉദ്ദേശിച്ചത്. വലിയ കുട്ടിയായാൽ ജീവിതത്തിന് ഒരുപാട് മാറ്റം ഉണ്ടാവും. എന്താ മാറ്റം? വലിയ കുട്ടിയായി എന്ന് ഒരാൾക്ക് തോന്നിയാൽ ഇനി എന്നോട് ഇങ്ങോട്ട് ആരും ഒന്നും പറയണ്ട, എല്ലാവരോടും ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാന്ന് തോന്നും. ഇതാണ് വലിയ കുട്ടികളെ പ്രശ്നം. പിന്നെ അങ്ങോട്ടൊന്നും കയറൂല, അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങുക മാത്രമേ ചെയ്യുള്ളൂ. ഓൻ പറഞ്ഞത് വേറുള്ളവരൊക്കെ കേൾക്കണം, ഓനോട് ആരും പറയാൻ പാടില്ല. ഒന്നുമല്ല, റോഡ് സൈഡിൽ വണ്ടി നിർത്തുമ്പോൾ രേഷം കൂടിയാണ്ട് സൈഡാക്കിക്കാളിന്ന് പോലും പറയാൻ പാടില്ല. കാരണം ഓൻ വലിയ കുട്ടിയല്ലേ എന്നുള്ളതാണ് പ്രശ്നം. ഇതാണ് വലിയ കുട്ടികളുടെ പ്രശ്നം എന്ന് പറഞ്ഞത്. ഇത് ജീവിതത്തിൻ്റെ വലിയൊരു മാറ്റമാണ്. രണ്ടാമത്തെ മാറ്റം ജോലി കിട്ടുമ്പോഴാണ്. 3 സമയത്താണ് മനുഷ്യൻ്റെ മാറ്റം. രണ്ടാമത്തെ മാറ്റം ജോലി കിട്ടുമ്പോഴാണ്. ഒരു ജോലി കിട്ടാൻ വേണ്ടി കഴുതക്കാല് മാത്രമല്ല കഴുതൻ്റെ വാലും പിടിക്കും. ജോലിയാണ് കിട്ടിയാൽ സ്വഭാവമാണ് മാറും. ചില പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ, ചില പഞ്ചായത്ത് ഓഫീസിൽ ചെന്നാൽ, ചില വില്ലേജ് ഓഫീസിൽ ചെന്നാൽ അവിടെയൊക്കെ കാണാൻ കുറച്ച് ജോലിക്കാർ മുഖത്ത് കോക്കാത്ത സൈസ്. എനിക്കാരോടും ദേഷ്യം ഉണ്ടായിട്ട് പറയുന്നല്ല, സംഗതി ചെന്നാൽ അങ്ങനെ കാണും. ഞാൻ അധികം പോലുമില്ല, ആരത്തേലും കൊടുത്തേക്കലാം. എനിക്കത് കാണാൻ വയ്യ. അതന്നെ മുഖത്ത് കോക്കാത്ത സൈസ് കുറേ ആൾക്കാർ. അയാൾ ജോലി ഇട്ടണതിന് മുന്നേ എങ്ങനെയൊന്നും ആയിരുന്നില്ല. ജോലി ഇട്ടണതിന് മുമ്പ് നമ്മളൊക്കെ പോലത്തെ നല്ല മനുഷ്യന്മാർ മുഖത്ത് കോക്കും വർത്താനം പറയുകയൊക്കെ ചെയ്യണ സാധനമായിരുന്നു. ജോലിന് കിട്ടിയപ്പോൾ സ്വഭാവം മാറിയതാ. ജോലിയുള്ളവർക്ക് ജോലിയില്ലാത്തവരോട് ദേഷ്യം. ഓനും കുറേ കാലം ഈച്ചിനാട്ടി നടന്നാന്നുള്ള ഒരു ബോധം ഉണ്ടാവില്ല. ഇത് മനുഷ്യൻ്റെ ജീവിതത്തിലെ വലിയൊരു മാറ്റമാണ്. ഒരു പണി കിട്ടിയിട്ട് വേണം 4 ദിവസം ലീവ് എടുക്കാൻ എന്ന് ആലോചിച്ച മാതിരിയായിരുന്നു പിന്നത്തെ പരിപാടി. ഇതാണ് സംഗതി. മൂന്നാമത്തെ മാറ്റം റിട്ടയർഡ് ആവുമ്പോഴാണ്. റിട്ടയർഡ് ആവുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, കൃഷിയിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്, കുവൈത്തിൽ നിന്ന് റിട്ടയർഡ് ആയാലും അങ്ങനെ തന്നെയാണ്. എവിടുന്ന് റിട്ടയർഡ് ആയാലും ഉള്ളൊരു പ്രശ്നമാണ് കുട്ടികളെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാന്നുള്ളത്. കുട്ടികളെ കണ്ണിൻ്റെ നേരം കണ്ടുകൂടാ. അതായത് വല്യപ്പാക്ക് ആകെ പെരയിൽ 2 പണി. അന്നത്തെ സമുദായത്തിൻ്റെ വലിയൊരു ദുര്യോഗം എന്ന് പറയാനേ, കുട്ടികളിങ്ങനെ ദേശങ്ങൾ വലുതായി വന്നാൽ ഇമ്മിയും മക്കളും കൂടി ഒന്നാവും. എന്നിട്ട് വാപ്പാനൊരൊറ്റ ചവിട്ട. മൂപ്പർക്ക് ആകെ പെരയിൽ 3 പണിയേ ഉള്ളൂ. ഒന്ന് രാവിലെ മാർക്കറ്റിൽ പോയിട്ട് മീൻ കൊണ്ടുവരിക, രണ്ടാമത്തത് നഴ്സറിക്കുട്ടിനെ വണ്ടിയേറ്റി കൊടുക്കുക, മൂന്നാമത്തെ പണി വൈകുന്നേരത്തെ ഒരു ടോർച്ച് എടുത്തുങ്ങാണ്ട് പള്ളിക്ക് പോയിട്ട് ഹൗദിൽ നിന്ന് വെള്ളം മുക്കിയാലും പ്രശ്നമാണ്, മുക്കിയില്ലെങ്കിലും പ്രശ്നമാണ്, കാൽമക്കൂടെ പാർന്നാലും പ്രശ്നമാണ്, പാർന്നില്ലെങ്കിലും പ്രശ്നമാണ്. ഇതാണ് സംഗതി. ഇത് വയസ്സാവുമ്പോഴുള്ളൊരു മാറ്റാണ്. വയസ്സന്മാർക്ക് കുട്ടികളെ കണ്ണിൻ്റെ കണ്ടു. എല്ലാവർക്കും ഒന്നല്ല ഞാൻ പറഞ്ഞു കേട്ടോ. എല്ലാ വയസ്സന്മാരും കൂടി ഇത് കഴിഞ്ഞ് പോകുമ്പോൾ എൻ്റെ പിന്നാലെ കൂടാൻ നിൽക്കൊന്നും വേണ്ട. കുറച്ചാൾക്കാർ അങ്ങനെ ഉണ്ട് നിങ്ങൾക്കും തോന്നുന്നാണ്ടോള്ള നിങ്ങൾ ചിരിക്കണതല്ലേ. നിങ്ങൾ ചിരിക്കൂലല്ലോ, നിങ്ങൾ അജബായിട്ട് ഇങ്ങനെ ഇരിക്കല്ലേ ചെയ്യാം. സംഗതി അങ്ങനെയാണേ. അതായത് പേരക്കുട്ടി വിരുന്ന് വരിക എന്ന് പറയുമ്പോൾ വല്യപ്പാക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരീസം തിരക്കുണ്ടാവില്ല. രണ്ടാമത്തെ ഈസാകുമ്പോൾ അതിന് ചൊറിഞ്ഞ് മാന്തി അപ്പടി ഇപ്പടി അങ്ങോട്ട് ഇങ്ങോട്ട്. സൈക്കിൾമ കയറാൻ പാടില്ല, സൈക്കിൾമെന്ന് ഇറങ്ങാൻ പാടില്ല.
സൈക്കിൾമ കയറാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല, കണ്ണെടുക്കാൻ പാടില്ല, പത്രം എടുക്കാൻ പാടില്ല, പേപ്പറിൽ നിന്ന് ഫോട്ടോ വെട്ടി കണ്ണട കാല് മുറിച്ചത് ഓൻ തന്നെയാണ്. ഭയങ്കര പ്രശ്നം. കുട്ടികളുള്ളടത്ത് പത്രത്തിലെ എല്ലാ ഫോട്ടോയും ബാക്കി ഉണ്ടാവുമൊന്നുമില്ല. നമ്മളാരും പുരാവസ്തു ഗവേഷകരൊന്നല്ല. വെട്ടിയതിൻ്റെ ബാക്കി ഉണ്ടാകും, പഴയതിൻ്റെ കൂട്ടത്തിൽ തൂക്കി വെക്കാനുള്ളതല്ലേ, അത്രയൊക്കെ മതി എന്നാലോചിക്കുക. എല്ലാവരും കുട്ടികളായിട്ട് വലുതായതല്ലേ. ഞാൻ എൻ്റെ സ്ഥാനത്താണ് മറ്റൊരാളെ കാണുന്നത്, അയാളുടെ സ്ഥാനത്തല്ല. എൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ സ്ഥാനത്ത് വേറൊരാളെ കാണുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടൊരു കാര്യമില്ല. ഓരോരുത്തരെയും അവരവരുടെ സ്ഥാനത്ത് കാണണം. കുട്ടികളെ കുട്ടികളുടെ സ്ഥാനത്ത് കാണണം, മുതിർന്നവരെ മുതിർന്നവരുടെ സ്ഥാനത്ത് കാണണം. പള്ളിക്ക് ജമാഅത്ത് നടക്കുകയാണ്. ഒരാൾ പള്ളിൻ്റെ മുമ്പ് കൂടെ എങ്ങനെയാണ് പോയി, ജമാഅത്തിന് കയറാതെ പള്ളിൻ്റെ മുമ്പ് കൂടെ എങ്ങനെയാണ് പോയാലേ അത് അയാൾക്ക് അത്യാവശ്യമായിട്ട് കക്കൂസ് പോകണ്ടായതുകൊണ്ട് ഇക്കാരം എന്ന് വിചാരിക്കാൻ ഒരു കുഴപ്പമില്ല. വിചാരിക്കാം. പക്ഷെ ആ നടന്ന് പോയത് നമ്മളാണെങ്കിൽ വിചാരിക്കാൻ പാടില്ല. വേറൊരാളാണെങ്കിൽ അങ്ങനെ വിചാരിക്കാം. മറ്റുള്ളവർക്ക് ന്യായം കാണാം, അവനാന് ന്യായം ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ ദിവസം വീണ്ടും അതേ നേരത്തെ അയാൾ പോയാൽ ഇന്നലെ കക്കൂസ് പോകാൻ തോന്നിയ അതേ നേരത്ത് ഇന്നും മുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ വിചാരിച്ചാൽ മതി. പക്ഷെ രണ്ടാമത്തെ ദിവസം പോയത് നമ്മളാണെങ്കിൽ അങ്ങനെ വിചാരിക്കരുത്. ഇവിടെ എന്താ പ്രശ്നം എന്നറിയുന്നത്? അവനാനുള്ള ന്യായമല്ല ഞമ്മക്കറിയും, വേറുള്ളവർക്കുള്ള ഒരു ന്യായവും ഞമ്മക്കറിയില്ല എന്നുള്ളതാണ് വലിയ പ്രശ്നം. ന്യായമില്ലാത്തത് ആകെ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ, അത് ഞാനാണ് എന്ന് ചിന്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒരിക്കൽ സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലുള്ള മുനാഫിക്കുകളുടെ പേര് പറഞ്ഞു കൊടുത്തു. മദീനയിലെ മുനാഫിക്കുകൾ ഇന്ന ആൾക്കാരൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു, അനസ് റളിയല്ലാഹു അൻഹു മദീനത്തെ മുനാഫിക്കുകളുടെ പേരൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത് എന്നിട്ട് ചോദിച്ചു, അനസേ നിങ്ങളെ അടുത്ത് മദീനത്തെ മുനാഫിക്കുകളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കേട്ടു, അതൊന്ന് തരുമോ? ഞാൻ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് ഇപ്പൊ കൊടുന്നേരാറുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തരൂല, അത് നബി തങ്ങൾ ഇന്ന സ്വകാര്യത്തിൽ പറഞ്ഞെന്നാണ്. അപ്പൊ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ ആ ലീസ്റ്റ് ഒന്ന് തരി, ഞാനതൊന്ന് നോക്കിങ്ങാണ്ട് ഇപ്പൊ തന്നെ എടുത്ത് തരാന്ന് പറഞ്ഞു. മൊബൈലിൽ പകർത്തൊന്നുമില്ല, അങ്ങനെ തന്നെ എടുത്ത് തരാ, ഒന്ന് നോക്കട്ടെ പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്കാനും തരൂല പറഞ്ഞു. എന്നാ ഞങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. ആ ചോദിച്ചോളി പറഞ്ഞു. അതിൽ എൻ്റെ പേരുണ്ടോന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. എന്നാ ഇനി എനിക്ക് ആ ലീസ്റ്റ് വേണ്ട പറഞ്ഞു. മൂപ്പര് ഈ ലീസ്റ്റ് തിരഞ്ഞെടുക്കുന്നത് അതിൽ ആരൊക്കെ ഉള്ളതെന്ന് അറിയാനല്ല, ഇൻ്റെ പേര് അതിലുണ്ടോ നോക്കാനായിരുന്നു. വാസ്തവത്തിൽ നരകത്തേക്കുള്ള കുറെ ആൾക്കാരെ ലീസ്റ്റ് നമ്മളെ മനസ്സിലില്ലേ? എന്നാലോചിച്ച് നോക്കാൻ നിങ്ങൾ. ഇന്നോ അല്ല ഓനോ ഒരിക്കലും സ്വർഗത്ത് പോകില്ല, ഓന് ഗീബത്ത് പറഞ്ഞെടുക്കല്ലാതെ വേറെന്താ പണി? മറ്റോനോ അല്ലോ ഒരിക്കലും പോകാൻ സാധ്യതയില്ല, ഓൻ്റെ പേരക്കുട്ടിനെ പറ്റി പറയണ്ട. ഇവനോ അല്ലോ ഓ എന്തായാലും നരകത്തിലെ വിറക് തന്നെയാണ്, ഉറപ്പാണ്. സ്വർഗത്തിൽ പിന്നെ ആരേ ഉള്ളൂ? ഞാൻ മാത്രം. പിന്നെ ജിബിരിയിൽ ഉണ്ടാവും, പിന്നെ മീക്കായിൽ, ഇസ്രാഫീൽ, അസ്രായിൽ, പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള കുറച്ച് ആൾക്കാരും പിന്നെ ഞാനും. ബാക്കിയുള്ളവരൊക്കെ നരകത്തിൽ. ആദ്യം എന്താ വേണ്ട വെച്ചാൽ ആ നരകത്തിക്കുള്ള ലിസ്റ്റഡ് കീറിയാലേ നമുക്ക് എന്തെങ്കിലും പ്രവർത്തിക്കാനുള്ളൂ. എഴുതി തള്ളിയാൽ ഒന്നും പ്രവർത്തിക്കാനില്ല. അമാലിയ കമ്മിറ്റിക്കും ഉണ്ടാവില്ല, മർസ കമ്മിറ്റിക്കും ഉണ്ടാവില്ല, പൂർവ്വ വിദ്യാർത്ഥികൾക്കും ഉണ്ടാവില്ല, ആർക്കും ഒന്നും പ്രവർത്തിക്കാനില്ല. നരകത്തിക്കുള്ള ലിസ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ ആദ്യം ആ ലിസ്റ്റ് വെട്ടി. അള്ളാഹു തആല ആരെയും നരകത്തിലേക്ക് വേണ്ടി പഠിച്ചിട്ടില്ല. നമ്മൾ അള്ളാഹു തആല പഠിച്ചിട്ടുള്ളത് സ്വർഗത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ സ്വർഗത്തിൽ കടക്കാനുള്ള അവസാനത്തെ യോഗ്യതയും നഷ്ടപ്പെട്ടാൽ ഓനെ എന്തെങ്കിലും ഒന്ന് കാട്ടണ്ടേ? അതിനുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിൽ നരകം എന്ന് പറഞ്ഞത്. നമ്മളെ ആരെയും അല്ലാഹു തആല നരകത്തിന് വേണ്ടി പടച്ചിട്ടില്ല എന്ന് ആദ്യം വിശ്വസിക്കണം. സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മളെ പടച്ചിരിക്കുന്നത്. സ്വർഗത്തിൽ പോവാൻ ധാരാളം വഴികളുണ്ട്. വഴിയുള്ള എല്ലാ സ്ഥലത്തേക്കും എളുപ്പ വഴിയുണ്ട്. അതുകൊണ്ട് എളുപ്പ വഴിയിലൂടെ സ്വർഗത്തിൽ പോവാൻ നമുക്ക് കഴിയണം. അതൊരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് നന്നാകാത്തോരാരും ഇവിടെ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുക. നന്നാവൂല എന്ന് വെറുതെ പറയുകയാണെന്ന് ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ പറഞ്ഞിട്ടുണ്ട്. ആളുകൾ നന്നാവൂല എന്ന് നിങ്ങൾ വെറുതെ പറയുകയാണ്.
നന്നാകണമെന്ന ഉദ്ദേശത്തോടുകൂടെ നിങ്ങൾ പറയുന്നില്ല എന്നതാണ് ശരി. നിങ്ങൾ പറയണേന് വേറെ ഉദ്ദേശം ഉണ്ടാവും, അതുകൊണ്ടാണ് നേരാവാത്തത്. നന്നാകണമെന്ന ഉദ്ദേശത്തോടുകൂടെ പറയുന്നില്ല. ഞാൻ 1000 പേരോട് പറയുമ്പോൾ 5000 പേര് നന്നാകുന്നത് ഞാൻ കാണുന്നുണ്ടെന്ന് ഗൗസുൽ ആലം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി